ഞാൻ കുഞ്ഞുപ്പാപ്പ. ആനമക്കാരിയുടെ കുഞ്ഞാരമോളുടെ കുഞ്ഞാര മോളാ ഞാൻ. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഇമ്മണി വലിയൊരു ആനയുണ്ടായിരുന്നു, അതും കൊമ്പനാന. എന്താണേ നിങ്ങളെല്ലാരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വൈക്കത്ത് മുന്തിയ ഒരാളില്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പെങ്ങളാ ഞാൻ, പാത്തുമ്മ. ഇവിടെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ ആട്, എന്റെ ആട്, പാത്തുമ്മാടെ ആട്, വരിക്കപ്ലാവിന്റെ ഇലയാ വയറ് നിറച്ച് തിന്ന്. നീ എന്ത് പണിയാ കാണിച്ചേ? ബഷീർക്കാടെ വീട്ടിൽ പോയിട്ട് ബാലികാലി സഹിയും ശബ്ദങ്ങളും തിന്ന് തീർത്തോ? എന്റെ കണ്ണിൽ കരടിനൂതിയ കള്ളൻ, നീ നുണയനാം പെരും കള്ളൻ, നീ നുണയനാം പെരും കള്ളൻ. ഉപ്പൂപ്പാക്കോരാനുണ്ടാർന്ന് എന്ന് ചൊല്ലിയ കള്ളി, നീ നുണച്ചിയാം പെരും കള്ളി, നീ നുണച്ചിയാം. എന്റെ കുഞ്ഞു പാത്തുമ്മ, ഇസ്ലാമികളാണെങ്കിലും അയൽപക്കത്തെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. നീ ആനുമക്കാരുടെ പുഞ്ഞാര മോളാ. നിന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. ആരാ അവളെ ചുള്ളടിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ അവളെ ചുള്ളടിക്കുന്നേ? എന്റെ പേര് നാരായണി. പേരെന്താ? ഒന്ന് മാറി നിക്കോ, നമ്മളൊന്നും അങ്ങോട്ട് പോയിക്കോട്ടെ. ഒന്നും കാണണില്ലല്ലോ ഇരുട്ടത്ത്. ഇതെന്താ ഇവിടെ എല്ലാരും ഇരുട്ടത്ത് കുത്തിരിക്കണ? അതെ, ആ ലൈറ്റ് ഒന്ന് ഇടോ. ഞാൻ വരാൻ ഇത്തിരി വൈകിപ്പോയി. എല്ലാരും നേരത്തെ വന്നല്ലേ. ഷോ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ മജീദ്. ബാലകാല സഖി എന്ന നോവലിലെ നായകനാണ് ഞാൻ. ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മണി വലിയ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത്. വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കഥാപാത്രമാണ് ഞാൻ. പത്തിരി ചുട്ട് വിളമ്പി നടക്കുന്ന മുത്തോളി പാത്തുമ്മ. അള്ളാ, നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കണെന്നാ എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തില്ലേ? നിന്റെ ഒരു ആട് എൻ്റെ പുസ്തകവും പ്ലാവിലും എല്ലാം തിന്നു തീർത്തു. എന്റെ ആടൊന്ന് പറ്റോട്ടെ, അപ്പൊ തന്നെ കാടി തരാം. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? എന്നെ മനസ്സിലായില്ല? ഞാനേ സൈനബ ആന്ന്. അത് തന്നെ, മുച്ചിട്ട് കളിക്കാരിന്റെ മകളിലെ സൈനബ എന്നെ. അയ്യോ, ബാപ്പല്ലേ പോണത്? മൂപ്പർ ഇവിടെ എത്തിയെന്റെ റബ്ബേ. കാണണ്ട. ഞാൻ വരാൻ ഇത്തിരി വൈകിപ്പോയി. എല്ലാവരും നേരത്തെ വന്നല്ലേ. ഒന്ന് വിചാരിക്കരുത് കേട്ടോ. ഇയാൾ എന്നെ നമ്മളെ സൂക്ഷിച്ചു നോക്കുന്നത്. നമ്മളെ മനസ്സിലായില്ല? നമ്മളെ സൈനബ. ആ, അത് തന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബ. അല്ലോ, വാപ്പയല്ല വരുന്നത്. മൂപ്പർ ഇവിടെ വന്നല്ലേ റബ്ബേ. ഈ ദുനിയാവിൽ ആദ്യമായിട്ട് കൂട്ടും കള്ളവും കച്ചവടം തുടങ്ങിയത് ആരാ? ആരാ? ഈ സൈനബ. ഞമ്മടെ പിടിയിലത്തെ പുട്ടിന്റെ സ്വാദ് വേറെ ഒരു പുട്ടിന് കിട്ടില്ല കേട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ രാമനായരെ. പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ, പറിച്ചു തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ. കരളിന്റെ കൂട്ടിലോ എന്റെ ആടിനൊന്നും കൊടുത്തില്ലാന്ന് തോന്നുന്നു. എന്റെ ആടിനെല്ലാം കൊടുത്തായിരുന്നോ? ഇല്ല. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ നിങ്ങൾ പാൽ മേടിക്കാനായിട്ട് വരൂലോ, അപ്പൊ ഞാൻ ശരിയാക്കി തരാം. പേരെന്താ? നാരായണി. സുന്ദരമായ പേര്. എത്ര വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. ഒരു റോസാച്ചെടി തരുമോ? നാരായണി ചോദിച്ചാ ഞങ്ങൾക്ക് റോസാച്ചെടിയല്ല, ഒരു പൂമ്പാവൻ തരും. ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ തേനെ പാലേ എന്ന് പറഞ്ഞു വരും പ്രേമിക്കുമ്പോ. ഓളെ നിക്കാഹ് കഴിച്ച പിന്നെയോ ഒരു സ്നേഹം ഉണ്ടാവില്ല. എന്തെയാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നത്? ഞാൻ മനസ്സിലായില്ല. നമ്മൾ സൈനബ ആണ്, ചുറ്റുകൾക്കാരുടെ മകളില്ലേ സൈനബ. സൈനബ തന്നെ. എന്താണ് സൂക്ഷിച്ചു നോക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലായില്ലേ? ഞാനാണ് സൈനബ. ആണ്, അത് തന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബ തന്നെ. അയ്യോ, ബാപ്പയല്ലേ പോണത്? മൂപ്പർ ഇവിടെ ഇരുന്ന ബാപ്പേ. ബാല്യകാല സഖിയിലെ മജീദ് എന്ന കഥാപാത്രമാണ് ഞാൻ. സ്കൂളിൽ പോയില്ലേ വാപ്പയ്ക്ക് എന്നെ തല്ലും. ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ, തല്ലും വഴക്കുറയൊക്കെ ചെയ്യും. ചിലരൊക്കെ എന്നെ പിച്ചും അതും ഒക്കെ ചെയ്യും, അവരുടെ ഒരു മനസ്സുഖത്തിന് വേണ്ടി. പത്തിരി ചുട്ടരി വെള്ളി വരുന്നേരം മുത്തിരി പത്തുമ്മ. മുത്തിരി പത്തുമ്മ. എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ എന്റെ
ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ?